നിങ്ങൾ തന്ന ഗെഡ്ഡി എഫ്രേമിന്റെ നോട്ടുകളും ബേത്ത് ഇസ്രായേൽ ഇന്റർനാഷണലിന്റെ പഠനങ്ങളും ശരിക്കും ഭയങ്കര കൗതുകം തോന്നി. ആ യാക്കോബിന്റെയും ഏസാവിന്റെയും കഥ അല്ലേ? അതെ, അതിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു സർപ്പരഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറയുന്നത്. നമുക്കതിലേക്കൊന്ന് ആഴത്തിൽ നോക്കിയാലോ? തീർച്ചയായും. ഇത് വെറും രണ്ട് സഹോദരങ്ങളുടെ കഥയായിട്ട് കാണരുത്. ഓക്കെ. ഈ പഠനങ്ങളനുസരിച്ച് റിബേക്കയുടെ ഗർഭപാത്രത്തിൽ നടന്നത്, അതായത് അതൊരു പ്രപഞ്ചിക പോരാട്ടമാണ്. പ്രപഞ്ചിക പോരാട്ടമോ? അതെ. ഏസാവ് എന്ന അശുദ്ധിയുടെ സർപ്പവും പിന്നെ യാക്കോബ് എന്ന വിശുദ്ധിയുടെ സർപ്പവും തമ്മിൽ. ഒരു മിനിറ്റ്, ഈ സർപ്പം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നത് ഏദൻ തോട്ടത്തിലെ വില്ലനെയാണല്ലോ. ശരിയാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാ യാക്കോബ് ഒരു വിശുദ്ധ സർപ്പമാവുന്നത്? നല്ല ചോദ്യമാണ്. ഇവിടെയാണ് സോഹറിന്റെ കാഴ്ചപ്പാട് പ്രസക്തമാകുന്നത്. സോഹർ പറയുന്നത് രണ്ട് തരം ജ്ഞാനങ്ങളുണ്ടെന്നാണ്. ഒന്ന് പുറം ലോകത്തെക്കുറിച്ചുള്ളത്, ഭൗതികമായത്. ഏസാവിന്റെ ആ രോമമുള്ള ശരീരം അതിനെയാണ് കാണിക്കുന്നത്. മറ്റേത് ആന്തരികമായ ആത്മീയമായ ജ്ഞാനം. യാക്കോബിന്റെ മിനുസമുള്ള ശരീരം അതിന്റെ പ്രതീകമാണ്. അപ്പോ ഏദൻ തോട്ടത്തിലെ സർപ്പം ഒരു വഴിക്ക് കൊണ്ടുപോയെങ്കിൽ യാക്കോബിന്റെ ദൗത്യം ആ ഐക്യം പുനഃസ്ഥാപിക്കാനാണ്. കൃത്യം. അപ്പോ യാക്കോബ് ഈസാവിന്റെ വേഷം കെട്ടി അനുഗ്രഹം വാങ്ങുന്നതോ അത് നമ്മൾ കാണുന്ന പോലെ ഒരു സാധാരണ വഞ്ചനയല്ലേ? അല്ല. ഈ പഠനങ്ങൾ അതിനെ കാണുന്നത് അങ്ങനെയല്ല. അതൊരു വഞ്ചന എന്നതിലുപരി തിക്കുൻ എന്ന് പറയുന്ന ഒരു ആശയമാണ്. തിക്കുൻ? അതെ, തിക്കുൻ. അതായത് തിന്മയെ വെറുതെ നശിപ്പിക്കുകയല്ല. പിന്നെയോ? അതിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന നന്മയുടെ അംശത്തെ വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ. ആഹാ, കൊള്ളാം. അതിനാണ് യാക്കോബിന് ഏസാവിന്റെ വേഷം കെട്ടേണ്ടി വന്നത്. അശുദ്ധിയുടെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഉള്ളിൽ നിന്നും മാറ്റിയെടുക്കാൻ. അപ്പോ ഗർഭപാത്രത്തിൽ വെച്ച് യാക്കോബ് ഏസാവിന്റെ കുതികാലിൽ പിടിക്കുന്നതിനും അതെ, അതിനും ഇതേ അർത്ഥമുണ്ട്. അതും ഇതേപോലെ ഒരു പ്രതീകമാണോ? അതൊരു പ്രവചനമായാണ് ഈ പഠനങ്ങൾ കാണുന്നത്. അശുദ്ധിയെ കീഴടക്കി മാറ്റിയെടുക്കാനുള്ള ഒരു തുടക്കം. ആ പോരാട്ടം അവിടെ തുടങ്ങുന്നേയുള്ളൂ. അപ്പോ ഈ പോരാട്ടം അത് ചരിത്രത്തിലുടനീളം തുടരുന്നുണ്ടെന്നാണോ? കൃത്യമായി. ബേത്ത് ഇസ്രായേൽ പഠനങ്ങൾ പറയുന്നത് ഈ പോരാട്ടം പിന്നീട് രണ്ട് മെഷിഹ രൂപങ്ങളിലൂടെയാണ് അതിന്റെ പൂർണ്ണതയിലെത്തുന്നതെന്നാണ്. രണ്ട് മെഷിഹാമാരോ? അതെ, മെഷിഹ ബെൻ യോസേഫും പിന്നെ മെഷിഹ ബെൻ ദാവീദും. ഒരു മിനിറ്റ്, സാധാരണ ഒരാളെക്കുറിച്ചല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? എന്തിലാണിവിടെ രണ്ടുപേര്? കാരണം ഞാൻ പറഞ്ഞല്ലോ, പോരാട്ടം രണ്ട് തലങ്ങളിലാണ്. ശരി. മെഷിഹ ബെൻ യോസേഫ് യാക്കോബിനെ പോലെ ജ്ഞാനം കൊണ്ട് ലോകത്തെ സ്വാധീനിക്കുന്നു, ഒരു ആത്മീയമായ വീണ്ടെടുപ്പിനു വഴിയൊരുക്കുന്നു. ഓക്കേ. അശുദ്ധിയുടെ ശക്തിയെ പൂർണ്ണമായി കീഴടക്കി ദൈവീക ഭരണം സ്ഥാപിക്കുന്നത്. അപ്പോ അവസാനം ലക്ഷ്യം സർപ്പത്തെ നശിപ്പിക്കുക എന്നത് തന്നെയാണോ? അല്ല, അതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. ഗെഡ്ഡി എഫ്രേം പറയുന്നത് ലക്ഷ്യം നാശമല്ല, രൂപാന്തരമാണെന്നാണ്. രൂപാന്തരം? അതെ, സർപ്പത്തിന്റെ വിഷത്തെ രോഗശാന്തിക്കുള്ള ഔഷധമാക്കി മാറ്റുക. വാക്സിൻ പോലെയാണോ? അതേ ലോജിക്. രോഗമുണ്ടാക്കുന്ന അംശം വെച്ച് തന്നെ പ്രതിരോധം തീർക്കുന്നത് പോലെ. ഫറവോയുടെ സർപ്പങ്ങളെ മോശയുടെ വടി വിഴുങ്ങിയില്ലേ? അതുപോലെ ദൈവീക ജ്ഞാനം വഞ്ചനയുടെ ജ്ഞാനത്തെ ഇല്ലാതാക്കി അതിനെ തന്നിലേക്ക് ചേർക്കും. ഓക്കെ, അതൊന്ന് ദഹിക്കാൻ കുറച്ച് സമയമെടുക്കും. ഈ പുരാതന കഥയും പ്രവചനങ്ങളുമൊക്കെ ഇന്ന് നമുക്ക്, അതായത് ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? അവിടെയാണ് അമാലേക്ക് എന്ന ആശയം വരുന്നത്. ഏസാവിന്റെ പിൻഗാമി അമാലേക്ക്. അമലേക്ക് എന്നത് ഒരു ജനത മാത്രമല്ല, അത് നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തെ തണുപ്പിക്കുന്ന സംശയത്തിന്റെ പ്രതീകമാണ്. ഹീബ്രുവിൽ സഫേക്ക്. അപ്പൊ നമ്മുടെ ശരിക്കുള്ള ശത്രു ഈ സംശയമാണെന്നാണോ? അതെ, അതിനുള്ള മറുമരുന്ന് വിശ്വാസം മാത്രമാണ്. ഈ പഠനങ്ങൾ നമ്മുടെ തലമുറയെ വിളിക്കുന്നത് മിശിഹായുടെ കുതികാൽ എന്നാണ്. മിശിഹായുടെ കുതികാൽ എന്ന് വെച്ചാൽ? ശരീരത്തിലെ ഏറ്റവും താഴെയുള്ള ഭാഗം. ഏറ്റവും ഇരുണ്ട, ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിന്നാണ് വീണ്ടെടുപ്പ് തുടങ്ങുന്നത്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പോരാട്ടങ്ങളെ ഒരു വലിയ ദൈവീക പദ്ധതിയുടെ ഭാഗമായി കാണാൻ സഹായിക്കും. നമ്മുടെ ചെറിയ പ്രവൃത്തികൾക്ക് പോലും വലിയ പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കും. അപ്പോ ഈ കഥ മുഴുവൻ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന വിശ്വാസവും സംശയവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഒരു രൂപകമാണ്. അതെ. ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ചോദ്യം വരുന്നുണ്ട്. ഈ പഠനങ്ങൾ പറയുന്നതുപോലെ സർപ്പത്തിന്റെ വീഴ്ച പോലും അവസാനം ഒരു വീണ്ടെടുപ്പിനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നെങ്കിൽ?
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ തിന്മ എന്ന് വിളിക്കുന്ന പോരാട്ടങ്ങൾക്കും അനുഭവങ്ങൾക്കും യഥാർത്ഥത്തിൽ എന്തർത്ഥമാണ് നമ്മൾ നൽകേണ്ടത്? അതൊന്ന് ആലോചിച്ചു നോക്കൂ.